ഈ വണ്ടി കണ്ടിട്ടേ വല്ല പരിചയം തോന്നുന്നുണ്ടോ? ഇത് ടി വി എസിൻ്റെ എൻടോർക്കിൻ്റെ ഏറ്റവും പുതിയ 150cc ആണ്. ഇപ്പോൾ 150cc ബൈക്കുകൾ മാർക്കറ്റിൽ ഏതാണുള്ളത്? മുന്നേ ആയിരുന്നെങ്കിൽ വെസ്പ ഉണ്ടായിരുന്നു എന്ന് പറയാം, അപ്രീലിയ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐറോക്സ് ഉണ്ട്, യമഹയുടെ. മാത്രമല്ല സൂമില്ലേ നമ്മുടെ ഹീറോയുടെ, അത് വരുന്നുണ്ടെന്ന് പറയുന്നു. എന്തായാലും ടി വി എസ് ഒരു ഇത്തിരി മുന്നേ തന്നെ കണ്ടിട്ടുണ്ട് വേണ്ട കാര്യം. അവർ കുറച്ച് മുമ്പായിട്ട് പറയുന്നുണ്ട് 150 വരുന്നു എന്നൊക്കെ. ഈ 125 ഹിറ്റായിരുന്നല്ലോ. അതായത് 2018 വന്നിട്ട് 7-8 വർഷത്തോളം നിൽക്കുമ്പോൾ 2 മില്യൺ വണ്ടി വിൽക്കാന്നൊക്കെ പറയുമ്പോൾ ആളുകളുടെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ആ വണ്ടിക്ക് എത്തിയെന്ന് മനസ്സിലാക്കാം. അവിടുന്ന് അങ്ങോട്ട് ടെക്നോളജികളും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഒരു പുതിയ വേർഷൻ അതിൻ്റെ ഇറക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 150cc ആയി എന്നുള്ളത് തന്നെ കേട്ടോ. അപ്പോൾ ഈ 150cc സ്കൂട്ടറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ റോഡിൽ ഒരുപാട് സ്കൂട്ടറുകളുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക് ആണെങ്കിലും അതല്ല പെട്രോൾ ആണെങ്കിലും. ഇലക്ട്രിക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. എന്നെ പോലുള്ള ഇന്റേണൽ കമ്പഷൻ എഞ്ചിനോട് സ്നേഹമുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ആക്സിലേഷൻ നോക്കിയാലും സ്പീഡൊക്കെ നോക്കിയാലൊക്കെ ഇലക്ട്രിക് വണ്ടികളായിരിക്കും മുന്നിട്ട് നിൽക്കുക. കാരണം അത് പറന്നു പോകുന്ന പോലെ ഈ പെട്രോൾ വണ്ടികളൊന്നും പോവില്ല. എന്നാലും ഈ 150cc സ്കൂട്ടറിന് വാങ്ങാൻ തക്കവണ്ണം എന്താണ് ഗുണം നോക്കാട്ടോ, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാട്ടോ. അപ്പോൾ വണ്ടി പറഞ്ഞതിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഈ എൻടോർക്ക് 150 വിശദമായി തന്നെ പരിചയപ്പെടാം. ഇതിന് പ്രത്യേകത എന്ന് പറയുമ്പോൾ മുൻവശത്ത് കുറച്ച് മാറ്റങ്ങൾ തോന്നുമെങ്കിലും പിൻവശത്ത് നോക്കിയാൽ 125 സാമ്യമുണ്ട്. ഓക്കെ, ഒരേ ഫാമിലി തന്നെയാണ്. പക്ഷേ ഇതിലവർ ക്ലെവറായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ തന്നെ പറയാം. പിന്നെ ട്രാക്കിലൊന്ന് ഓടിക്കുന്നുണ്ട്. അപ്പോൾ ഓടിച്ചിട്ട് ആ ഒരു ഓടിക്കുന്ന കാര്യങ്ങളും പറയാം. എനിക്ക് വണ്ടിയുടെ രൂപം ഇഷ്ടപ്പെട്ടു, ലുക്ക് കൊള്ളാം, ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ 4 പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ആണെങ്കിലും ഈ ഫിന്ന് ഇതിന് ഒരു യമഹ ചായ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ കൊള്ളാം. ഇത് മാരുതിയുടെ കൈനറ്റിക് യെല്ലോ അല്ലേ, നമ്മുടെ ജിമ്മിയുടെ, അതുപോലൊരു യെല്ലോ ആണ്. ഈ യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ നല്ലതാ. ഹാൻഡിൽ വെയിറ്റ് ഇല്ല, 1 മീറ്റർ ക്ലസ്റ്റർ മാത്രമേ ഉള്ളൂ. പിന്നെ വീലുകൾ 12 ഇഞ്ചാണ്. ഓക്കെ, കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഈ 4 പോഡുകളിലേ അറ്റത്തുള്ളത് എന്താ? അത് ലോ ബീമാണ്. ഉള്ളിലുള്ളതോ അത് ഹൈ ബീമാണ്. ഒരു തുടക്കത്തിന് അത് മതി. അപ്പോൾ എൻടോർക്ക് 150 എങ്ങനെയുണ്ട് നോക്കാം. ആദ്യം പറയേണ്ട കാര്യം ശരിക്കും വിലയാണേ. പക്ഷേ വില അവർ പറഞ്ഞിട്ടില്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ സാധാരണ എല്ലാ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മുന്നെയാണ് വണ്ടി നമുക്ക് തന്നേക്കുന്നത്. ട്രാക്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. 104 കിലോമീറ്ററാണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ്. ഐഗോ അസിസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇൻ്റഗ്രേറ്റർ സ്റ്റാർട്ടർ ജനറേറ്റർ വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ടാക്കുന്നത്. ബാറ്ററി ഇല്ലേ, ബാറ്ററിക്ക് കൊടുക്കാൻ മാത്രമല്ല എടുക്കാനും കഴിവുണ്ടെന്ന് പറയില്ലേ, അങ്ങനല്ലോ, എടുക്കാൻ മാത്രമല്ല കൊടുക്കാനും കഴിവുണ്ടെന്ന് പറയില്ലേ. അതായത് ബാറ്ററി ചാർജ് ആവുന്ന എഞ്ചിനാണ്. പക്ഷേ അതേ ബാറ്ററിയിൽ നിന്ന് ആ ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്ററിലേക്ക് പവർ കൊടുത്തിട്ട് ഒരു ചെറിയ ബൂസ്റ്റ് 0.09 NM ടോർക്കും കണ്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 0 to 60 സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റ് ആണെന്നാണ് പറയുന്നത്. നമ്പർ അവർ പറഞ്ഞിട്ടില്ല, സമയം അവർ പറഞ്ഞിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ ഫിന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പാച്ചെ നമ്മൾ കണ്ടിട്ട് RTR ആണോ, RR 310 കണ്ട ആ ഫിന്നൊക്കെ നമ്മൾ ഇതിനകത്ത് കാണാം. അത് കൊടുത്തേക്കുന്ന എയറോഡൈനാമിക്സ് കൂട്ടാണെന്ന് പറയുന്നത്. ഇതിൻ്റെ 4 പോഡ് ലൈറ്റുകൾ, അതായത് ഹൈ ലോ ബീം പ്രൊജക്ടർ, താഴെ കൊടുത്ത LED-യും DRL-ഉം കൂടുതൽ ലുക്ക്, അല്ലെങ്കിൽ ആ ഒരു കളർ കോമ്പിനേഷൻ, മുന്നിലെ ഡിസൈൻ ലാംഗ്വേജ്, അത് നല്ലതാണ്. ഹാൻഡിൽ എന്ന് പറയുന്നത് ഒരു ബൈക്കിൻ്റെ ഹാൻഡിൽ പോലെയാണ്. ആ ഹാൻഡിൽ ബാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ മുകളിൽ ലൈറ്റില്ല, മീറ്റർ മാത്രമേ ഉള്ളൂ, വെയിറ്റ് കുറവാണ്, മിറർ ഉണ്ട്. ഓക്കെ, അതിൻ്റെ 2 ലിവറുകൾക്കും അവർ കൊടുക്കുന്ന കാര്യം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റാണ്. കൂടാതെ ഹാൻഡ് ബ്രേക്കും ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് സാധാരണ ടി വി എസിൻ്റെ വണ്ടികൾ നമ്മൾ കണ്ടിട്ട് അതിനകത്ത് കാണാം. അതിന് പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ല, മുന്നിൽ മാത്രമേ ഡിസ്ക് ബ്രേക്ക് ഉള്ളൂ. 100 സൈസ് വിടുത്തുള്ള 12 ഇഞ്ച് വീലാണ്. ആ വീലിന് കൊടുത്തേക്കുന്ന ബോഡി കളറിൻ്റെ ബാക്കിയുള്ള കളർ എന്ന ഭാഗം ആ ഒരു പച്ച, അതായത് പച്ച എല്ലാവരും യെല്ലോ എന്ന് വിളിക്കുന്നത്, ആ കളർ കാണാൻ ഭംഗിയുണ്ട്. പിന്നെ 150 എഴുതിയിട്ടുള്ള സ്റ്റിക്കറും കൊള്ളാം, ഫിന്ന് കൊള്ളാം. ഇവിടെ അതായത് നടുഭാഗത്ത് ചവിട്ടുന്ന ഭാഗത്തുള്ള വ്യത്യാസങ്ങളെന്ന് പറയുന്നത് സാധാ എൻടോർക്ക് പോലെ തന്നെയാണ്. മുന്നിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ക്യൂട്ടോ അല്ലെങ്കിൽ ഒരു വൗ ഫാക്ടറോ അല്ല, പകരം ഒരു അഗ്രസീവ്നെസ് ആണ് തോന്നുക. ഇതിൻ്റെ ഈ ഒരു സ്മാർട്ട് എക്സ് കണക്റ്റിൻ്റെ ലോഗോ ഉള്ള ആ ഒരു കൗള് കൊടുത്ത് കൊള്ളാം, നമ്പർ പ്ലേറ്റിൻ്റെ പ്ലേസ്മെൻറ്റ് കൊള്ളാം. ഓക്കെ, അപ്പാച്ചെ കണ്ടിട്ടുള്ള ആൾക്കാർക്ക്, അതല്ലെങ്കിൽ ജൂപ്പിറ്റർ കണ്ടിട്ടുള്ള ആൾക്കാർ, ടി വി എസിൻ്റെ വണ്ടികൾ കണ്ടിട്ടുള്ള എല്ലാവർക്കും കണ്ടു കഴിഞ്ഞാൽ ഒരു ഇഷ്ടമൊക്കെ തോന്നുന്നൊരു മുൻവശമാണ് ഈ ടി വി എസ് എൻടോർക്ക് 150 എന്ന് ലളിതമായിട്ട് പറയാം. എനിക്ക് മഡ്ഗാർഡിൻ്റെ മുകളിൽ കൊടുത്ത പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിനിടയിൽ കൊടുത്തൊരു ഗ്രേ ഫിനിഷ് ഉണ്ടല്ലോ, ആ ഫിനിഷ് ഒത്തിരി നിറച്ചായിട്ട് തോന്നിട്ടോ. ഇൻഡിക്കേറ്ററും അല്ലെങ്കിൽ DRL-ഉം കൂടി ചേർന്നാണ് നിൽക്കുന്നത്. അത് ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമല്ല, ഇതിൻ്റെ ആ ഒരു ഫീല് കൊള്ളാം, ഫീഡ്ബാക്ക് കൊള്ളാം. മുന്നിലെ ഡിസ്കാണല്ലോ, പെറ്റൽ ഡിസ്ക്കാണ്. ഈ ടി വി എസിൻ്റെ പുതിയ എൻടോർക്ക് 150 ക്ലസ്റ്റർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ക്ലസ്റ്ററിൻ്റെ സ്വിച്ചുകളൊക്കെ തന്നെയും അല്ലെങ്കിൽ ക്ലസ്റ്ററിലെ കാര്യങ്ങളും മാറ്റുന്ന സ്വിച്ചുകളൊക്കെ തന്നെയും ഇതിൻ്റെ ഹാൻഡിലിൻ്റെ മുള്ളാം. അപ്പോൾ നമ്മൾ അപ്പാച്ചയിൽ അത് കണ്ടിട്ടുണ്ട്. വലതുവശത്ത് സ്റ്റാർട്ടും സ്റ്റോപ്പും അതുപോലെ കിൽ സ്വിച്ച് ഉണ്ട്, എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്. ഇതിൻ്റെ ഒരു എഞ്ചിൻ നോട്ട് നോക്കട്ടോ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സൗണ്ട് കേട്ടില്ലല്ലോ. അതിന് കാരണം ഇൻ്റലിജൻറ്റ് സ്റ്റാർട്ടർ ജനറേറ്ററാണ്. അപ്പോൾ കാറുകളുടേതുപോലുള്ള സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം വേണ്ടിയിട്ടുണ്ടോ? ഉണ്ട്. ഇത് ട്രാഫിക്കിലൊക്കെ നിർത്തുമ്പോൾ ഇതിൻ്റെ മോഡ് സ്ട്രീറ്റ് മോഡാണെങ്കിൽ അത് ഓഫ് ആവും, പിന്നെ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ ഓൺ ആവും ചെയ്യും. ഈ ഗ്ലോ ബോക്സ് ഒത്തിരി ഡീപ്പായിട്ട് തോന്നി. ഈ സ്വിച്ചുകളുടെ കൺട്രോൾസൊക്കെ നല്ലതാണ്. ഹസാർഡ് ലൈറ്റ് ഉണ്ട്, കണ്ടോ, ഇതൊക്കെ ഫീച്ചേഴ്സ് ആട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയാലും നമുക്ക് ഈ പവർ ഈക്കോ മോഡുകൾ മാറ്റാൻ വലിയ ബുദ്ധിമുട്ടില്ല. സ്ട്രീറ്റ് അല്ലെങ്കിൽ റേസിനാണ് ഒരു പിടിക്കുന്നതെങ്കിലും മുകളിൽ പവർ ഈക്കോ എന്നുള്ള മോഡുണ്ട്. അതായത്
ചെല്ലപ്പേരും ഉണ്ട്, ഒറിജിനൽ പേര് ഒരു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ഇതിൻ്റെ ഒരു മീറ്റർ ക്ലസ്റ്ററിൻ്റെ രൂപം എന്ന് പറയുന്നത് റൈഡ് മോഡുകൾ മാറ്റുക എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ട്രിപ്പ് ഡീറ്റെയിൽസും വെഹിക്കിൾ കൺട്രോൾസും ഒക്കെ ഉണ്ട്. വെഹിക്കിൾ കൺട്രോൾസ് പറയുമ്പോൾ എന്താ വണ്ടികൾ, ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട്. ട്രാക്ഷൻ കൺട്രോൾ വേണോ ഒരു 150cc വണ്ടിക്ക് വേണമെന്നൊക്കെ തോന്നുന്നത്, കാരണം വീഴാനുള്ള സാധ്യതയൊക്കെ കണ്ടുകൊണ്ട് നമുക്കത് യൂസ് ചെയ്യാം. ആ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ABS ഉള്ള വണ്ടിയാണ്. പിന്നെ ഈ ഹാൻഡിൽ വെയിറ്റ് തീരെ കുറവാണ്, ഈ മീറ്ററിൻ്റെ മുകളിൽ വെച്ചിട്ടേ വളരെ മീറ്റർ മാത്രമേ ഉള്ളൂ എന്ന് പറയാം. അതിൻ്റെ ഒരു കാര്യം പറയാം. പിന്നെ ഇവിടെ കാല് വയ്ക്കുമ്പോൾ എൻ്റെ കാല് ഇവിടെ തട്ടുന്നൊരു ഫീലിക്ക് തോന്നിയിട്ടോ നമ്മൾ ട്രാക്കിൽ ഓടിക്കുമ്പോൾ. അത് എൻഡ്രോക്കിൻ്റെ 125 ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബാക്കിലേക്ക് ഇറങ്ങിയിരിക്കാൻ പറ്റും. അപ്പോൾ ബാക്കിലേക്ക് നാളുള്ള കാര്യം കുറച്ച് കഷ്ടമായിരിക്കുന്നാലും ഈ റൈഡ് ഹൈറ്റ് ഒക്കെ നോക്കിയേ, ഇത് ഈസി അല്ല. എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് താഴത്ത്. കണ്ടോ, ഇവിടെ ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്ന ആളുടെ പേരായിരുന്നു ദിലീപ് ബാം എന്ന് പറയുന്ന വലിയ ലെജൻഡായിട്ടുള്ള ഒരു ഓട്ടോ റിവ്യൂവർ ആയിരുന്നു. പുള്ളി ഇപ്പോൾ ഇല്ല, പുള്ളി മരിച്ചു. പക്ഷേ പുള്ളി ചോദിക്കുന്നൊരു കാര്യമാണ് ഇതിനകത്ത് ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്ക് ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റില്ല, അത് സിമ്പിളായിട്ട് പറയാം. ചെറിയ ബാഗൊക്കെ വയ്ക്കാം. ഇതൊക്കെ സാധാരണ എൻഡ്രോക്ക് കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യം എന്ന് പറയുന്നത് ഫ്യൂവലിൻ്റെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതൊരു കീയിലേക്കാക്കി, കൂടാതെ ഈ സംഗതിയും കീയിലേക്കാക്കി. അത് രണ്ടും നല്ല കാര്യമാണ്. ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ ഓപ്പറേഷൻ നല്ലതാണ്. പിന്നെ ഇത് സെലക്ട് ചെയ്തിട്ടേ നമുക്കിത് മാറ്റാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല. നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ആക്കി കഴിഞ്ഞാൽ അത് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റും. ഇതിൻ്റെ സീറ്റിന് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്, നന്നായിട്ട് ഇരിക്കാൻ പറ്റും. അത് ചെറിയൊരു ഡിപ്പൊക്കെ കൊടുത്തിട്ട് ഡ്രൈവർക്ക്. പിന്നെ തുറന്നാലും ഈ സംഗതി ഉണ്ടല്ലോ, അത് ഓഫ് ചെയ്തിട്ട് വേണം തുറക്കാനായിട്ട്. പുഷ് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കണം. ഇതിനകത്ത് റെയിൻ കോട്ടൊക്കെ വെച്ചേക്കണം, മഴ ഉള്ളതുകൊണ്ടായി മൂടിയിട്ടേക്കണം. കൂടാതെ OBD പോർട്ടൊക്കെ കാണാം. ഇവിടെ ആ ഒരു ഡു നോട്ട് ചാർജ് എഞ്ചിൻ ഈസ് ഓഫ് എന്ന് പറയുന്നത് എന്തിനാ, അതൊരു USB പോർട്ടാണ്. ഈ USB പോർട്ടിനകത്ത് വെച്ച കാരണം കൊണ്ടുള്ള ഗുണം വെച്ചാൽ മൊബൈലകത്ത് വെച്ച് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഊരിയെടുക്കാൻ ഈസി ആട്ടോ. ഇവരുടെ ഈസി പറയുമ്പോൾ എന്തിനാ ഉരുകേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കാണാത്തേ ഉള്ളൂ. ഇവിടെയാണ് അതിൻ്റെ ഒരു ചേസിസ് നമ്പർ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. OBD പോർട്ട് കാണാം. ഈ രണ്ട് സംഗതികൾ അപ്പാച്ചയുടെ പോലെ തന്നെ എനിക്ക് തോന്നി. അത് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് പറയാവുന്നൊരു കാര്യമാണ്. പിന്നെ ഇവർ പറഞ്ഞ ഈസ്റ്റർ എഗ്സിൻ്റെ കാര്യം, കുറേ ഈസ്റ്റർ എഗ് ഒന്നുമല്ലേ, അതിങ്ങനെ ഓരോരായിട്ട് സീറ്റിൻ്റെ മുകളിലും കാണാം. ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു പാറ്റേണും ബോഡിയുടെ കളറും താഴെ കാണുന്ന വീലിൻ്റെ കളറും ആ എഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ കാണാം. ഒരു കുളത്തുണ്ടോ, കൊള്ളാലോ. ഓക്കെ, 0 to 60 ഫാസ്റ്റാണ്. 0 to 104 വരെ ആ വണ്ടി പോവും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. റൈഡിൻ്റെ കാര്യം, എസ്പെഷ്യലി ട്രാക്കിൽ റൈഡിൻ്റെ കാര്യം കൂടി പറയണം. അതാണ് എൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞു. ചേസസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ എനിക്ക് തോന്നുന്നു വണ്ടിയുടെ ഒരു സ്പോർട്ടിനെസ്, അതായത് ബൈക്കും സ്കൂട്ടറും കൂടി ചേർന്നൊരു ഹൈബ്രിഡ് മോഡലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഹാൻഡിലിൻ്റെ വലുപ്പമൊക്കെ ഒരു ഊന്നി പറയുന്നത്. എന്നാലും ഒരു സ്കൂട്ടർ ഓടിക്കുന്ന പോലെ തന്നെയാണ്, ഒരു ബൈക്ക് ഓടിക്കുന്ന പോലെയല്ല. ഒരു സാധാ സ്കൂട്ടർ ഓടിക്കുന്ന അത്രയും ലളിതമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ കൂളാണെന്ന് പറഞ്ഞാലോ. ഓക്കെ, ഓയിൽ കൂളർ എന്ന് പറയുമ്പോൾ ഓയിൽ കൂളർ ഇല്ല, അതുപോലെ ഓയിൽ പമ്പ് എക്സ്ട്രാ ഇല്ല. പിന്നെ എങ്ങനെ ഇവർ എഞ്ചിൻ ഓയിൽ തന്നെ ഉപയോഗിച്ചിട്ട് ആ കമ്പഷൻ ചേമ്പറിൻ്റെ ചുറ്റും ഒരു ചാനലൊക്കെ കൊടുത്ത് അതിലേക്ക് പമ്പ് ചെയ്തിട്ട് ആ എഞ്ചിൻ ഓയിൽ പമ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, പെട്ടെന്ന് ഒപ്റ്റിമം ടെമ്പറേച്ചർ എത്താനും ഓടിക്കുമ്പോൾ ഓവർ ഹീറ്റ് ആവാതിരിക്കാനും ഒപ്റ്റിമം പവർ എടുക്കാനും ഒക്കെ പറ്റും എന്നാണ് TVS പറയുന്നത്. ഇതൊക്കെ തന്നെയും നമ്മൾ പരീക്ഷ അറിയേണ്ട കാര്യം. അപ്പോൾ പുതിയ എൻഡോർക്ക് വന്നപ്പോൾ കുറച്ച് ദൂരം ഓടിച്ചിട്ട് നമ്മൾ കുറച്ച് കാലം ഓടിച്ചിട്ടാണ് എൻഡോർക്ക് കൊള്ളാമെന്ന് പറയുന്നത്. നമ്മൾ കൊള്ളാമെന്ന് പറയുമ്പോഴേക്കും 2 മില്യൺ പേര് വണ്ടി മേടിച്ചു. 2 മില്യൺ പറയുമ്പോൾ 20 ലക്ഷം വരും. ഓക്കെ, ഇതും നമ്മൾ കൊള്ളാമെന്ന് പറഞ്ഞ് വണ്ടി കൈകെട്ടി വരുമ്പോഴേക്കും സമയം കൂടെ എടുക്കുമായിരിക്കും. എന്നാലും ആ സമയത്ത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ പറയാം. എനിക്കിവിടെ ഒരു ഇത്തിരി കൂടി സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ തോന്നി. പിന്നെ ഈ ഹാൻഡിൽ നമ്മൾ കണ്ടിരുന്നത് ബൈക്കിൽ തന്നെ കേട്ടോ, അത് നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം എന്താ, ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് ഉള്ളെങ്കിൽ നല്ലതാണ് തോന്നി. ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്കാണ്. അത് ചിലവ് കുറയ്ക്കാനാണോ വില കുറയ്ക്കാനാണോ നമുക്ക് കണ്ടറിയണം. ഓക്കെ, നമുക്ക് നോക്കാം. ബ്രേക്ക് പിടിച്ചാൽ 4 ഇൻഡിക്കേറ്റർ മിന്നുന്ന ഫീച്ചറൊക്കെ ഇതിനകത്തുണ്ട്. നമ്മൾ ജൂപ്പിറ്ററിൽ കണ്ടു. കുറേയധികം ടെക്നോളജികൾ കുത്തി നിറക്കിയല്ല ചെയ്യണം, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തത്. അത് എൻഡോർക്കിൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ എയറോക്സ് 155 മേടിക്കുകയാണ്, അല്ലെങ്കിൽ സൂം മേടിക്കുകയാണ്. അതിനൊക്കെ പകരം ഈ വണ്ടി മേടിക്കാമോ എന്നുള്ളത് പ്രൈസിൻ്റെ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ പറയാൻ പറ്റില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ വണ്ടി അല്ലത്, എന്നാൽ ഒരു വലിയ വണ്ടിയും അല്ലത്. ഒരു സാധാ സ്കൂട്ടറും അല്ല, എന്നാൽ ഒരു വലിയ എക്സൈറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് സ്കൂട്ടറൊന്നുമല്ല. ഒരു 150cc എൻടോർക്കാണ്. നല്ല സൗണ്ടുള്ള എൻടോർക്കാണ്. സൗണ്ട് ഒന്ന് കേൾപ്പിച്ചാലോ ഒന്നുകൂടി. സൈഡ്സാണ് കേട്ടാ, സ്റ്റാർട്ടാവില്ല, അതും ഒരു ഫീച്ചറല്ലേ. എൻടോർക്കിൻ്റെ 125 പോലെ തന്നെ മുന്നിൽ ടെലസ്കോപ്പിക്കും ബാക്കിൽ ആ ഒരു സിംഗിൾ ഷോക്ക് അബ്സോർവറാണ്. അത് ഇടതുവശത്താണ്. ഇവിടെ ഇതിൻ്റെ മുകളിൽ കാണുന്ന ഡിസ്ക് ബ്രേക്ക് അല്ല കേട്ടോ, അത് ABSൻ്റെ സെൻസർ റീഡ് ചെയ്യുന്ന ചക്രമാണ്. ഇവിടെ ഇൻഡിക്കേറ്ററിന് കണ്ടോ, ഇൻഡിക്കേറ്ററിനും ഒരു ഈസ്റ്റർ എഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഒരു പ്രോമിനൻ്റ് ആണ്. ഇവിടെയാണ് ഫ്യൂവൽ ഫില്ലർ. ഇത് ഗ്രാബ് ഹാൻഡിലാണ്. എൻടോർക്ക് എന്നുള്ള ലോഗോ അപ്പുറത്തുണ്ട്. ആ ലോഗോയ്ക്കും അവർ ചുറ്റും ആ ഒരു ബോഡി കളർ കൊടുത്ത് നന്നായി. ബോഡി കളറല്ല, ബോഡി കളറിൻ്റെ ആഡോൺ കൊടുത്ത് നന്നായി. ഇവിടെ ഡിഫ്യൂസർ പോലുള്ള 2 ഭാഗം കണ്ടോ. ഇത് നമ്മൾ എൻടോർക്കിന് 125 കണ്ട് മാറ്റങ്ങളൊന്നുമില്ല. ഇതാണ് എക്സോസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഓയിൽ ചെക്ക് ചെയ്യാനുള്ള സംഗതിയൊക്കെ ഡിപ്സ്റ്റിക് കാണാം. ഇതിൻ്റെ ഈ ഒരു ഭാഗത്തിനാണ് ഏറ്റവും കൂടുതൽ സാമ്യം എൻടോർക്കിൻ്റെ 125 അത് പറയാം കേട്ടോ.
ഈ 149.7cc എഞ്ചിൻ്റെ ബോറും സ്ട്രോക്കും സെയിം ഒന്നല്ല. സ്ട്രോക്കും ബോറും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യമായിട്ട് ഗുണപ്പെടും എന്നൊക്കെയാണ് ടി വി എസ് പറഞ്ഞത്. ഈ ഫ്ലാപ്പും അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്ററൊക്കെ കാണുന്നതൊക്കെ ക്വാളിറ്റി ഐറ്റമാണ്, ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടത്? ബാക്കാണോ, മുന്നാണോ, സൈഡാണോ, എന്താ ഇഷ്ടപ്പെട്ടത്? എനിക്കിതിൻ്റെ വീലിൽ അടിച്ച കളർ ഇഷ്ടപ്പെട്ടു, ഈ കൊമ്പുകൾ ഇഷ്ടമാണ്, ആ ഹാൻഡിൽ ബാറുകളുടെ പോസ്റ്റർ അല്ലെങ്കിൽ പോസ്റ്റർ നല്ല രസമുണ്ട്, ആ ഭാഗങ്ങളൊക്കെ കൊള്ളാട്ടോ, അതൊക്കെ നല്ല ഭംഗിയിടുന്നതാണ്. ഇതൊക്കെ തന്നെയും കൂടി ചേരുമ്പോഴല്ലേ സ്കൂട്ടർ വരാം. ഇപ്പോൾ സ്കൂട്ടറിൽ ഇഷ്ടപ്പെടാൻ മാത്രമുള്ള കാര്യങ്ങളുണ്ട്. എന്താ പിന്നിലെ ടയറിൻ്റെ സൈസ് 110 110/80 12 കേട്ടോ ഈ ഒരു സൈസ് എന്ന് പറയുന്നത്. എന്നാലും അവർക്ക് ബാക്കിലൂടെ ഡിസ്കവറി കൊടുക്കാമായിരുന്നു അല്ലേ? ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ലൈറ്റാണോ 125 ലൈറ്റാണ് നല്ലത്. എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഈ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റിൻ്റെ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷും കൊള്ളാം. സാധാരണ ബ്ലാക്ക് അടിച്ച് വെറുതെ വിടുക ചെയ്യുക, അത് നരയ്ക്കും. ഇവിടെ നരച്ചാലും ഇത് നരക്കില്ല, ഇത് നരച്ചാലും ഇത് നരക്കില്ല, ഇത് നരക്കില്ല, ഇതേ നരക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇൻഡിക്കേറ്ററൊക്കെ സ്റ്റഡി കേട്ടോ, തട്ടിയാൽ പൊട്ടും, ആ മറ്റേ റബ്ബർ ഫീലില്ല. പിന്നെ ഇതാണ് നമ്പർ പ്ലേറ്റ്, റാറ്റ്ലിംഗ് ഒന്നും വരില്ല. ഈ ടി വി എസിൻ്റെ എൻടോർക്ക് 150 കുറേ അധികം ഈസ്റ്റർ എഗ്സ് ഉണ്ട്. കണ്ടുപിടിക്കാമോ എന്ന് ചോദിച്ചു. ഓക്കെ, ഒന്ന് രണ്ടെണ്ണം ഞാൻ പറയാം. ഗ്ലൗസ് ഇട്ട ബോക്സിങ് ഗ്ലൗസ് ഇട്ട ഒരു ഫിസ്റ്റ് ഗ്ലോ ബോക്സിനകത്തുണ്ട്. അത് ഗ്ലോ ബോക്സ് ആണെന്ന് കാണിക്കാൻ വേണ്ടി തന്നെ വെച്ചേക്കുന്നതാണ്. പിന്നെ സൂപ്പർ സ്ക്വാഡിൻ്റെ ഫേസ് താഴെ കൊടുത്തിട്ടുണ്ട്. ആരോസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. താഴെ അവരൊരു ചെറിയ സ്റ്റെൽത്ത് പ്ലെയിൻ്റെ ഒരു ചിത്രം മാറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെയും എന്തൊക്കെയുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ച കാര്യങ്ങളാണ്. ഹെൽമെറ്റിൻ്റെ ഒരു സിമ്പിളാണ് കീയിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽമെറ്റ് തുറക്കുന്ന ഈ കമ്പാർട്ട്മെൻറ്റ് തുറക്കുന്നത്. ഇതിനകത്ത് ഹെൽമെറ്റ് മാത്രം വെച്ചാൽ മതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയൂ. അപ്പാച്ചയുടെ സ്വിച്ച് ഗിയേഴ്സ് തന്നെയാട്ടോ, അതിലൊരു വ്യത്യാസം പറയില്ല. ഇപ്പോൾ സെറ്റ് എന്ന് എഴുതും ഈ സെറ്റുകൾ കാര്യങ്ങളൊക്കെ തന്നെയും അപ്പാച്ചയുടെയാണ്. ഈ ഹോണോ സിംഗിൾ ഹോണാണ്. ഓക്കെ, രസമുണ്ട് കേൾക്കാനായിട്ട്. ഇവിടെ കൊടുത്തിട്ടുള്ള ഈ പിടുത്തം അല്ലെങ്കിൽ ഈ ഒരു ലിവറുകളുടെ മാറ്റ് ബ്ലാക്ക് ഫിനിഷ്, അതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു കാണാൻ. കൊള്ളാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ഒരു സ്പെഷ്യാലിറ്റി എന്താ? അത് ഇത് ഓടിക്കുക എന്നുള്ളതാണ്. ഇത് റൈഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ റൈഡ് തരുമോ? ഇവരുടെ ഹൊസൂറിലെ പ്ലാന്റ് ഉണ്ട്. ഈ പ്ലാന്റിൽ ഒരു ട്രാക്ക് ഉണ്ട്, ട്രാക്ക് ടെസ്റ്റ് ട്രാക്കാണ്. ഈ ട്രാക്കിലാണ് നമ്മൾ ജൂപ്പിറ്റർ ഓടിച്ചിട്ടുള്ളത്, റൈഡർ ഓടിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരുപാട് വണ്ടി ഓടിച്ചിട്ടുണ്ട്, അപ്പാച്ചി ഓടിച്ചിട്ട് കുറേ വണ്ടി ഓടിച്ചിട്ടുണ്ട്. അവിടെയാണ് ഈ വണ്ടി ഓടിച്ചത്. അപ്പോൾ 104 എന്ന് പറഞ്ഞ സ്പീഡേക്ക് കിട്ടിയോ? ഇല്ല. ഞാൻ സ്ട്രേറ്റിൽ 103 വരെ പോയുള്ളൂ. 100 അങ്ങോട്ട് 103 ആവാനായിട്ട് സമയമെടുക്കുന്നുണ്ട്. നല്ല സമയമെടുത്തിട്ടാവുന്നത്. ടേക്കിംഗ് ഇറ്റ്സ് സ്വീറ്റ് ടൈം. ഓക്കെ, കുഴപ്പമില്ല. പിന്നെന്താ, റൈഡ് എങ്ങനെയുണ്ട്? റൈഡ് ഇൻ ബിറ്റ്വീനാണ്. ഹാർഷുമല്ല സോഫ്റ്റുമല്ല. ഒരു സ്കൂട്ടറിൻ്റെ ആയിട്ടുള്ള റൈഡാണെന്ന് പറയാം. 15 ഇഞ്ച് വീലാണ്, വലിയ വീലല്ല, അതും പറയണം. ഹാൻഡ്ലിങ് കൊള്ളാം, ഹാൻഡിലിൻ്റെ പോസ്റ്റർ കൊള്ളാം, പിടിച്ചിരിക്കുന്ന സംഗതി കൊള്ളാം. ഈ ഹാൻഡിൽ നമുക്ക് ഭാരമൊന്നും വരുന്നില്ല. ഈസി ടു റൈഡ് ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ്, ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ വലിയ എക്സൈറ്റ്മെൻറ്റ് ഇല്ലാത്തൊരു വണ്ടിയാണ്. അതായത് ഒരു സാധാരണ സ്കൂട്ടർ വാങ്ങുന്ന പോലെ വാങ്ങി ഓടിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ 12.4 HP അല്ലേ? അതല്ലേ ഞാൻ പറഞ്ഞു, BHP. ഓക്കെ, ആ BHP എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര വലിയൊരു BHP അല്ല. എന്നാൽ ഒരു ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനുള്ള ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം നല്ല BHP ആണ്. എന്നാൽ ഈ 3 വാൽവ് 149.7cc എഞ്ചിൻ്റെ അവസ്ഥ എന്താ? അതും കുഴപ്പമില്ലാത്ത റിഫൈൻഡാണ്. കുഴപ്പമില്ലാത്ത റിഫൈൻഡ് എന്നല്ല, നല്ല റിഫൈൻഡാണ്. ഇവരതിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റും അതിൻ്റെ ക്രാങ്ക് കേസും എല്ലാം ഒപ്റ്റിമൈസ് ചെയ്തെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഗുണമായിട്ട് നമുക്ക് കാണാനുണ്ട് ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എന്തിലാണ് ഞാൻ ശരിക്കും ഇമ്പ്രസ്ഡ് ആയെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ ബ്രേക്കിങ്ങിലാണ്. ഇപ്പോൾ 100 കിലോമീറ്റർ വന്നിട്ട് ഞാൻ ബ്രേക്ക് ചെയ്തപ്പോൾ ഓക്കെ, ബാക്ക് ഒന്നിങ്ങനെ കാണിച്ചെങ്കിലും സ്ട്രെയിറ്റ് ലൈനിൽ വണ്ടി നിന്നിട്ടുണ്ട്. അത് സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ 4 ഇൻഡിക്കേറ്റർ മിന്നുന്നുണ്ടെന്നുള്ളതും ഒരു കൗതുകമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ആ കാര്യത്തിലൊന്നും പറയാനില്ല. ഇതിൽ 145 കിലോമീറ്ററാണ് ടോപ്പ് സ്പീഡ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആരോ ഒരാളത് കൂടെ അത്ര സ്പീഡിൽ ഓടിച്ചിട്ടുണ്ട്. മിക്കവാറും ക്ലച്ച് ആവാനാണ് സാധ്യത. ക്ലച്ച് എന്ന് പറഞ്ഞാൽ അറിയാലോ, ക്ലച്ച്ലെസ്. ഓക്കെ, അവനാണ് ഫസ്റ്റായിട്ട് ഓടിക്കുന്നത് സാധാരണ അവിടെയൊക്കെ. പിന്നെ കീ എന്ന് പറയുന്നത് നമ്മൾ സാധാ TVSലെ വണ്ടികൾ കാണുന്ന കീ പോലല്ല, ഒരു ഇത്തിരി വ്യത്യാസമുള്ള കീ ആണ്. ഇതിനകത്തും ഒരു ഹെക്സഗോണൽ പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഹാൻഡിൽ ബാർ പൾസർ NS 400 കണ്ട പോലെ ബ്ലാക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് പെയിൻറ്റിലുള്ള ഒരു സംഗതിയാണ്. ഷോക്ക് അബ്സോർബർ കൊള്ളാം. ഫ്രണ്ട് നല്ല ഒരു ഫീലൊക്കെ നമുക്ക് തന്നു. ബാക്കിലെ ഷോക്കും അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിട്ട് തോന്നി. ഞാൻ പറയുന്നത് ഒരു ഹാൻഡ്ലിംഗ് പെർസ്പെക്റ്റീവിലാണ്. ഒരു വലിയ വണ്ടിയാണല്ലോ, അതായത് ഒരു 150cc സ്കൂട്ടർ അല്ലേ, ആ സ്കൂട്ടറിൻ്റെതായിട്ടുള്ള ഒരു ഹാൻഡ്ലിംഗ് ക്യാരക്ടറിസ്റ്റിക് ഈ വണ്ടിക്ക് തോന്നി. അതൊരു ഗുണമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ എൻഡോർക്കിൻ്റെ ഗുണങ്ങളെന്ന് ചോദിച്ചാൽ, ഇതിലേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഹാൻഡിൽ ബാർക്ക് ഇഷ്ടപ്പെട്ടു, ഈ മീറ്റർ ക്ലസ്റ്ററിൻ്റെ ക്ലീൻനെസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, ട്രാക്ഷൻ കൺട്രോൾ നല്ലതാണ്, ബ്രേക്കിംഗ് നല്ലതാണ്, സീറ്റിംഗ് പോസ്റ്റർ നല്ലതാണ്, ഇരിക്കുന്ന ആ റൈഡ് ആയിട്ട് നല്ലതാണ്. ഇഷ്ടപ്പെടാത്ത എന്താ, പിന്നിൽ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത, അതൊരു ഇത്തിരി ഇഷ്ടപ്പെടാത്ത കാര്യമായിട്ട് കാണാം. പിന്നെ ഇവിടെ ഒരു ഗ്യാസ് കുറ്റിയൊന്നും വെക്കണ്ട, പക്ഷെ ഒരു വലിയ ബാഗ് വെക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി, അതുമില്ല. പിന്നെ ഗ്ലോ ബോക്സ് കൊടുത്തതിക്ക്
അവരുടേതായിട്ടുള്ള ആക്സറി ഉണ്ടല്ലോ, ആ സീറ്റ് പൊക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന ഹൈഡ്രോളിക് സ്ട്രട്ട് അതുകൂടി കൊടുക്കാമായിരുന്നു തോന്നി. ഇതിൻ്റെ മുൻവശം കുറച്ചും കൂടി എടുത്ത് അഗ്രസീവ് ആക്കാമായിരുന്നു തോന്നി. ഈ വണ്ടിയുടെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും കൺസെപ്റ്റ് വണ്ടിയുടെ ഒരു എക്സിക്യൂഷനാണ്. ആ കൺസെപ്റ്റ് വണ്ടി എന്ന് പറയുമ്പോൾ ഇവരിതിൻ്റെ കൺസെപ്റ്റിനെ ഗ്രാഫൈറ്റ് കൺസെപ്റ്റാണ് വിളിച്ചിരുന്നത്. അതായത് എൻടോർക്ക് വരുന്നതിൻ്റെ മുന്നേ ആ കൺസെപ്റ്റ് നമുക്ക് പല വണ്ടികളുമായിട്ട് സാമ്യമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് എക്സ് വന്നപ്പോൾ എക്സിന് ഒരു വലിപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഒരു മൈൻഡിലുള്ളൊരു വണ്ടി എന്ന് പറയുന്നത് എക്സിനകത്ത് എൻടോർക്കിൻ്റെ 150 എഞ്ചിൻ വന്നങ്ങനെയിരിക്കും. അതാണെന്ന് എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് ഈ ഒരു എക്സിൻ്റെ ആയിട്ടുള്ള കുറച്ച് ക്യൂസൊക്കെ ഒരു വണ്ടിക്ക് കൊടുത്ത് വൃത്തിയാക്കാനൊക്കെ ശ്രമിച്ചതൊക്കെ നന്നായി തോന്നി. അതായത് ഒരു വലിയ വണ്ടിയല്ല, എന്നാലും ചെറിയ വണ്ടിയല്ല, ഒരു ഇൻ ബിറ്റ്വീൻ വണ്ടിയാണ് എൻടോർക്ക് 150 എന്നുള്ളതാണ്. വലിപ്പം എഞ്ചിനിൽ മാത്രമേ ഉള്ളൂ, അല്ല, വലിപ്പം എഞ്ചിനിൽ മാത്രമല്ല ഹാൻഡിൽ ബാറിലുണ്ട്, വലിയ ഹാൻഡിൽ ബാറാണ്. ഓക്കെ, അപ്പോൾ ഓടിക്കാൻ എങ്ങനെ കൊള്ളാം, വാങ്ങാവുന്നതാണ്. അതിനായിട്ട് എന്താ അറിയണം, വില എന്താണെന്ന് അറിയണം. വില അറിഞ്ഞാൽ അതിനെക്കുറിച്ച് പറയാൻ പാടില്ല. എന്നാലും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു 150 cc സ്കൂട്ടറായിട്ട് എനിക്ക് വണ്ടി തോന്നി. ഇതിൻ്റെ ലൈറ്റുകൾ കാണാൻ ഭംഗിയുണ്ട്, വണ്ടിയുടെ കളർ തീം കാണാൻ ഭംഗിയുണ്ട്, കളറൊക്കെ കൊള്ളാം. ഇത് മൊത്തത്തിൽ കാണാൻ രസമുള്ള വണ്ടിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഭംഗിയുള്ള സ്കൂട്ടർ മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയോ? ഉണ്ട്, മേടിക്കാൻ തോന്നി. ഓക്കെ, എനിക്ക് മേടിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. വില വന്നിട്ടുണ്ട്. അതിൻ്റെ വില എന്ന് പറയുന്നത് ബേസ് മോഡൽ സ്റ്റാർട്ടിങ് 1,19,000 ഷോറൂം പാൻ ഇന്ത്യ, കൂടാതെ 1,29 TFT ഉള്ളത്. അപ്പോൾ ഇനി എന്താ എൻടോർക്കിനെ കുറിച്ച് പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവണം. അതുപോലെ കുറച്ച് പവർ പെർഫോമൻസ് വേണം, കുറച്ചൊരു കൗതുകം വേണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടി ചേരുന്ന ഒരു വണ്ടിയാണ് എൻടോർക്ക്, സംശയമൊന്നുമില്ല. എൻടോർക്ക് 125 അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഇതിലവർ ടെക്നോളജി കൂടി കുറച്ചുകൂടി ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് സ്ക്രീനും അല്ലെങ്കിൽ മൊബൈൽ ആപ്പും പോലുള്ള കാര്യങ്ങൾ, ഐഗോ പോലുള്ള കാര്യങ്ങളൊക്കെ കൂടി ചേരുമ്പോഴാണ്. പിന്നെ ഇവർ റൈഡ് തരുന്നത് ട്രാക്കിലാണ്. അതിനൊരു തിരിയൊരു ധൈര്യം വേണം. ഒരു സ്കൂട്ടർ ആക്കിയിട്ട് നിങ്ങൾ ട്രാക്കിൽ ഓടിച്ചു പോകാൻ ഒരു ധൈര്യം വേണം. ആ ധൈര്യവും TVS കാണിക്കാറുണ്ട്. അത് കാണിക്കാനുള്ള ഒരു ധൈര്യം എന്ന് പറയുന്നത് 125 2 മില്യൺ പ്ലസ് ആളുകൾ വാങ്ങി എന്നുള്ളത് തന്നെ ആയിരിക്കണം. അതുപോലുള്ളൊരു റിസപ്ഷൻ തന്നെയാണ് അവർ ഈ വണ്ടിക്കും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആർക്കും വാങ്ങി ഓടിക്കാവുന്ന വണ്ടിയാണ്. ഒരു മാരക പവറല്ല, അതുകൊണ്ട് സ്കെയറി അല്ല. ഇപ്പോൾ ലേഡീസിന് ഓടിക്കാം, കുട്ടികൾ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ളത് ആദ്യം വണ്ടി വാങ്ങുന്ന ആൾക്കാർക്ക് ഓടിക്കാം. അതല്ല, കുറച്ച് പ്രായമുള്ള ആൾക്കാർക്ക് ഓടിക്കാം. ഒരു അഗ്രസീവ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 ഫിന്നൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ഫിന്നൊക്കെ എന്താ വണ്ടിയെ പിക്കപ്പ് ചെയ്യോ, അത് ഈ ടേക്ക് ഓഫ് ചെയ്യോ? അങ്ങനെയല്ല, ഇത് ഒരു എയർ ഫോയിൽ ഡിസൈനാണ് പറയുന്നത്. എയറോഡൈനാമിക്സിന് വേണ്ടിയിട്ടാണ്, കോർണറിങ്ങിന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ അത്രയും സ്പീഡിൽ ട്രാക്കിൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഓടിക്കുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളൂ. എന്തായാലും മൊത്തത്തിൽ ഒരു സ്കൂട്ടർ, ഒരു നല്ല സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ എൻടോർക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ലാന്ന് തോന്നി. ഓടിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ഷൂട്ട് ചെയ്തത്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാനും പറ്റും. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളാണോ പെട്രോൾ സ്കൂട്ടറാണോ നിങ്ങളുടെ ചോയ്സ്? അതിൽ 125 മതിയോ അല്ലെങ്കിൽ 110 മതിയോ അതോ 150 വേണോ? എല്ലാം പറയണേ. കാരണം അങ്ങനെ പറയുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന സ്കൂട്ടർ നമ്മൾ ഓടിച്ചിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണപ്പെടുന്നുണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പറയുമല്ലോ, അടുത്ത വീണ്ടും വരാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.